ഇന്ത്യ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ 3 ദിവസമായി നടക്കുന്നത്. അതിനിടയിലാണ് ഇന്ത്യക്ക് തലവേദനയായി പല മാധ്യമങ്ങളും മാറിയിരിക്കുന്നത്. അവർ ആ സ്ഥലത്ത് നിന്നും ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു, ചില നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതെല്ലാം വലിയ പ്രതിസന്ധിയല്ലേ സേനയ്ക്ക് സൃഷ്ടിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനേക്കാൾ ദേശീയ മാധ്യമങ്ങളെക്കാൾ ഗുരുതരമാണ് മലയാള മാധ്യമങ്ങളുടെ അവസ്ഥ. തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു നിയമലംഘനമാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മുമ്പ് നമുക്ക് ഇവരിൽ നിന്ന് തികച്ചും എന്താ പറയുക ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ വകുപ്പ്. കാരണം പ്രതിരോധ വകുപ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകർക്ക് അത് സംബന്ധിച്ച് പരിശീലനവും കൊടുക്കാറുണ്ട്. അത് ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങൾക്കെല്ലാം അവർ അത് കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് മാധ്യമങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങളുടെ ആൾക്കാരെ വിടണം, അവരെ ഞങ്ങൾ പരിശീലിപ്പിക്കാം. അപ്പോൾ എങ്ങനെ യുദ്ധം, എങ്ങനെ പ്രതിരോധ വാർത്തകൾ, എങ്ങനെ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വാർത്തകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള പരിശീലനം അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യമായിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് ആണ് ഇത്തരം കുൽസിത പ്രവൃത്തികൾ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നതാകട്ടെ നമ്മുടെ സൈന്യവും ഈ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ഈ സംഘർഷം നടക്കുന്ന മേഖലയിലെ ജനങ്ങളുമാണ്. കാരണം ഇവർ പങ്കുവയ്ക്കുന്ന പല വിവരങ്ങളും ശത്രു രാജ്യത്തിന് അനുകൂലമാണ്. അവർക്ക് അതിനനുസരിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യാൻ സാധിക്കുന്നു. ഇവർ കാണിക്കുന്ന ദൃശ്യങ്ങൾ അവർക്ക് വലിയ സഹായകരമായി മാറാറുമുണ്ട്. അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടിംഗ് പാടില്ല, ലൈവ് റിപ്പോർട്ടിംഗ് പാടില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് നിരവധി തവണ പ്രതിരോധ വകുപ്പ് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗവൺമെന്റ് മലയാളി മാധ്യമങ്ങളെല്ലാം കണ്ടാൽ അവർ ഇവിടെ കറാച്ചിയിലെത്തി ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഇവിടെ വിവരങ്ങൾ നൽകുന്നത്. തെറ്റായ വാർത്തകൾ നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ സൈന്യത്തിന് അപകടം വരുത്തുന്ന, ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന വാർത്തകൾ മാത്രമല്ല, തെറ്റായ വ്യാജ വാർത്തകൾ നൽകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു രണ്ടാമത്തെ അപകടം, ഈ റിപ്പോർട്ടിങ്ങിന് പോകുന്ന റിപ്പോർട്ടറുടെയും അതുപോലെ തന്നെ ഈ ക്യാമറാമാൻ്റെയും ഒക്കെ ജീവന് ഈ വലിയ ആപത്തുണ്ടാവും. ഇത് കാരണം ഇവർ എവിടെയാണ്, ഇന്ന് തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സമീപത്ത് ഇതുപോലെ ഷെല്ലാക്രമണം ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്വതയില്ലാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത, വളരെ സാഹസികമായിട്ട് ബുദ്ധിശൂന്യമായി എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല. അത് സെൻസേഷൻ ന്യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റീച്ചിന് വേണ്ടിയിട്ട്, പിന്നെ കൂടുതൽ പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നത് വലിയ ആപത്ത് വിളിച്ചു വരുത്തും. മുമ്പ് നമുക്ക് 2 തവണ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കാർഗിൽ യുദ്ധത്തിലാണ്, ഒന്ന് മുംബൈ അറ്റാക്കിലാണ്. ഈ കാർഗിൽ യുദ്ധത്തിൽ നടന്നത്, അവിടെ പോയി ഈ രാത്രിയിൽ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാ നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തിരുന്ന് ഇത് കവർ ചെയ്യാൻ പോയ 2 മാധ്യമ ഏജൻസികളുടെ, മീഡിയ ന്യൂസ് ഏജൻസികളുടെ 2 ഫോട്ടോഗ്രാഫർമാർ രാത്രിയിൽ അവർ ഫ്ലാഷ് മിന്നിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് ശത്രുക്കൾക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സ്ഥലത്തേക്ക് ഷെല്ലാക്രമണം നടത്താനും അതിൽ നിരവധി ജവാന്മാരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാനും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് റിപ്പോർട്ടിംഗ് അത്തരത്തിൽ പിന്നീട് സൈന്യം ഒഴിവാക്കി. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അന്ന് വലിയ വിവാദങ്ങൾ വരെ ഉണ്ടായി, അന്ന് അന്വേഷണമൊക്കെ നടന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് 2008 26/11 നവംബർ 26 രാത്രി ഒരു 7 മണിക്ക് ശേഷം ആരംഭിച്ച ആ ഭീകരാക്രമണത്തിൽ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് മുംബൈയിലെ താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ബർക്കാദത്ത് വളരെ മുതിർന്ന ഒരു പത്രപ്രവർത്തകയാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. രാഷ്ട്രീയമായും അല്ലാതെയും വലിയ സ്വാധീനവും വലിയ അറിവും വലിയ ബന്ധങ്ങളും ഉള്ളയാളാണ്. ആ ബർക്കാദത്ത് അന്ന് ചെയ്ത ചതി അതിനകത്ത് നിന്ന്, ഈ താജിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി വന്ന ഒരാളിനെ അവിടെ പിടിച്ചു നിർത്തി ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ടത് ലൈവായിട്ട് വിടുകയായിരുന്നു ആ വാർത്ത. ആ ഇൻ്റർവ്യൂവിൽ അയാളുടെ ഭാര്യ അവിടെ അകത്ത് പെട്ടുപോയെന്നും അവർ ഇന്ന മുറിയിലുണ്ടെന്നും ഇത്രാമത്തെ നിലയിലാണെന്നുമൊക്കെ ആ പാവം മനുഷ്യൻ പറയുന്നുണ്ട്. അയാൾക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ അപകടം എന്താണെന്ന്. ഇത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് പാകിസ്ഥാനിൽ
കാണുകയും ലൈവ് ഷോ അല്ലേ, ലൈവായിട്ട് അവിടുത്തെ ടി വികളിൽ കാണുകയും അപ്പോൾ തന്നെ ഈ ഭീകരന്മാരെ നിയന്ത്രിച്ചിരുന്ന ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാനിലും ഇരുന്ന് നിയന്ത്രിച്ചിരുന്ന ഈ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർമാർക്ക് വളരെ കൃത്യമായിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ സാധിച്ചു. ഇത്രാമത്തെ നിലയിൽ ആൾക്കാർ ഒളിച്ചിരിക്കുകയാണ്, അവരെ നിങ്ങൾക്ക് ഇന്ന മാർഗത്തിലൂടെ പോകാം. അപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു വന്ന മാർഗമൊക്കെ ഈ മനുഷ്യൻ അറിയാതെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ കൂടെ കയറിപ്പോകാം, അവിടെ ചെന്ന് അവരെ എല്ലാം കൊല്ലാം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അതിനനുസരിച്ച് അവരെല്ലാവരും പ്രവർത്തിക്കുകയും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ അടക്കമുള്ളവർ അവരുടെ തോക്കിനിരയാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങൾ പക്വത കാണിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ നമ്മുടെ റീച്ചും നമ്മുടെ വ്യൂവർഷിപ്പും ഒന്നും അല്ല നമുക്ക് പ്രധാനം. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, നമ്മുടെ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനാണ്, നമ്മുടെ സൈനികരുടെ വിലപ്പെട്ട ജീവനുകളാണ്. അതിന് കേടുവരുത്തുന്ന, അതിന് നാശം വരുത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലേ? അതെ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സെൻസേഷണൽ ന്യൂസ് വേണം. അതായത് വെടിയുണ്ടകളുടെ തൊട്ടടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരല്പം ഒരു ഇഞ്ചുകളുടെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. അത് ഒരു വെടിയുണ്ട വന്ന് നെഞ്ചി തറയ്ക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കറിയാം, ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയി മാതൃഭൂമിയിലെ ജീവനക്കാർ മരിച്ചത് നമുക്കറിയാം അല്ലേ? ക്യാമറാമാനും റിപ്പോർട്ടറും ഒക്കെ അപകടത്തിൽപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള സാഹസിക പ്രവൃത്തികൾ, ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ ഒരിക്കലും മാധ്യമപ്രവർത്തകർ ചെയ്യരുത്. അവർക്ക് വാർത്തകൾ കൊടുക്കാം, ആ കൊടുക്കുന്നത് കാരണം ഒരു ചാനൽ പറയുകയല്ലേ എയർപോർട്ട്, ഇന്ത്യയിലെ എയർപോർട്ട് മുഴുവൻ അടച്ചു. എന്തൊരു വിഡ്ഢിത്തങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 32 വിമാനത്താവളങ്ങൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള പാസഞ്ചേഴ്സിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക, ഈ സാധാരണ നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ഗതാഗത നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടെ അത് പട്ടാളത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ശ്രീനഗറിലെ എയർപോർട്ട് പട്ടാളത്തിൻ്റെ കയ്യിലാണ്, പരിപൂർണമായിട്ടും പട്ടാളമാണ് അത് നിയന്ത്രിക്കുന്നത്. പട്ടാളത്തിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, സൈന്യത്തിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ വെറുതെ എന്താ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു വാർത്തയാണ്, കറാച്ചി തുറമുഖം ആക്രമിച്ചു. ഇതുവരെ നമ്മുടെ ഡിഫൻസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു, അവരെ തകർത്തു, അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്തു. മരണസംഖ്യയൊന്നും ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല പാകിസ്ഥാൻ. അതുപോലെ തന്നെ അന്ന് തുടങ്ങി രാത്രിയിൽ ഈ പാകിസ്ഥാൻ ഡ്രോണുകളും വിമാനങ്ങളും പോർ വിമാനങ്ങളും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മിസൈലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം നമ്മൾ തകർക്കുന്നുണ്ട്. പകരം നമ്മൾ അങ്ങോട്ട് പോയി ഒന്നും ചെയ്യുന്നില്ല. അതേസമയം പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ബലൂചിസ്ഥാൻ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു, കൊറ്റ പിടിച്ചെടുത്തിരിക്കുന്നു, അവർ സ്വന്തം പതാക ഉയർത്തിയിരിക്കുന്നു. അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. പകരം അവർ ഇന്ത്യ അങ്ങോട്ടടിച്ചു, അവർ ഇങ്ങോട്ടടിച്ചു, ഇത്ര പേർ മരിച്ചു, അവിടെ ആ കറാച്ചി പോർട്ട് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ നിസ്സാരമായിട്ട് ചെന്നങ്ങ് ആക്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. ഏറ്റവും വലിയ വിഡ്ഢിത്തം ഞാൻ കേട്ടത് വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ നിന്ന് ആക്രമിച്ചു എന്നാണ്. ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. വിമാനവാഹിനി കപ്പലിൽ പോർ വിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളും ചെറിയ ബോട്ടുകളും ഒക്കെ അതിനോട് അനുബന്ധമായിട്ടുണ്ടാവും. സബ്മറീൻസ് അതിനോടനുബന്ധമായിട്ടുണ്ടാവും. അവയാണ് ആക്രമണം നടത്തുന്നത്. വിമാനവാഹിനി കപ്പൽ ഒരിക്കലും പോയി ഒരു ആക്രമണവും നടത്താറില്ല. അവിടെ നിന്ന് മിസൈലുകളൊന്നും അയക്കാറില്ല. അതിൽ നിന്ന് ഇതുപോലും തിരിച്ചറിയാത്ത മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. അത് ദേശീയ മാധ്യമങ്ങൾ പുലർത്തുന്ന ആ ഒരു സംയമനം, അവർ പുലർത്തുന്ന പക്വത, അവർ കാണിക്കുന്ന മിടുക്ക്, അത് ഇവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ സംബന്ധിച്ചുള്ള വിവിധ ചർച്ചകൾ, രാജ്യത്ത് ഈ ഭീകരവാദത്തിനെതിരെ ജനങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക, ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കുക, അത്തരത്തിലുള്ള എന്തെല്ലാം വാർത്തകളും ചർച്ചകളും നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഇന്ത്യയുടെ 7 വിമാനങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചു തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിയല്ലോ സർക്കാർ ഇടപെട്ട. ആ യൂട്യൂബ് ചാനൽ മാത്രമല്ല, മറ്റൊന്ന് ഈ ദ വയർ എന്ന് പറയുന്ന ഡിജിറ്റൽ മീഡിയ, അതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അനിശ്ചിത കാലത്തേക്കാണ് വിലക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും ഇതുപോലെ തെറ്റായ വാർത്തകൾ, രാജ്യവിരുദ്ധ ദേശദ്രോഹപരമായ വാർത്തകൾ
അവർ കൊടുത്തു, അത്തരത്തിലുള്ള ചർച്ചകൾ അവർ സംഘടിപ്പിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നു. നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. എന്തായാലും അവർക്ക് ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവരെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിശ്ചിത കാലം കഴിഞ്ഞ് മാത്രമേ അവർക്കിനി അത് പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പക്വത കാണിക്കണം, ഒരു സംയമനം പാലിക്കണം എന്നുള്ളത് സ്വയം അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നുകൂടി അതിനർത്ഥമുണ്ട്. അല്ലാത്ത പക്ഷം മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ അപഹാസ്യരാകുകയും വലിയ ആപത്തുകൾക്ക് വഴിവെക്കുകയും സ്വയം ആപത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും. റിപ്പോർട്ടർമാരുടെയും ക്യാമറാമാന്മാരുടെയും ഒക്കെ ജീവന് വലിയ വിലയുണ്ട്. നമ്മുടെ സൈനികരുടെ ജീവന് വലിയ വിലയുണ്ട്. ഇതൊന്നും മറന്നുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ചെയ്യരുത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അവരോട് അപേക്ഷിക്കാനുള്ളത്.